ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹോർമോൺ കുത്തിവെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ കോഴികളിൽ ഹോർമോൺ കുത്തിവെക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. കാരണം ഹോർമോണിന് നല്ല ചിലവുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി ഇത് കുത്തിവെക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ 10,000-കണക്കിന് കോഴികളെ ആയിരിക്കും ഒരു ഫാമിൽ വളർത്തുക. അപ്പോൾ ഇത്രയധികം കോഴികൾക്ക് ഈ ഹോർമോൺ കുത്തിവെക്കുക എന്ന് പറയുന്നത്, ഈ ഹോർമോണിനൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് കുത്തിവെച്ചിട്ട് അതിൻ്റെ ഒരു സെൽഫ് ലൈഫ് കഴിഞ്ഞ് വീണ്ടും ഇടയ്ക്ക് കുത്തിവെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയധികം എണ്ണം കോഴികളെ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും വിലയുള്ളൊരു ഹോർമോൺ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കുത്തിവെക്കുക എന്ന് പറയുന്നത് അതവർക്ക് നഷ്ടമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിൽ ലാഭമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വിലയ്ക്ക് കോഴിയെ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ മറ്റൊരു രീതിയിൽ, അതായത് ഈ കോഴികളെ വളർത്തുന്ന രീതി എന്ന് പറയുന്നത് വളരെ ചെറിയ കേജുകളിലും ചെറിയ കൂടുകളിലൊക്കെയാണ്, കൂടുതൽ കോഴികളെ ഒരുമിച്ചിട്ടൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനധികം നടക്കുന്നതിനൊന്നും സ്പേസ് ഒന്നും ഉണ്ടാവില്ല. പല രീതിയിലുള്ള സ്ട്രെസ് ഹോർമോൺസൊക്കെ ഇതിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചിക്കൻ മാംസം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. പെട്ടെന്ന് പെൺകുട്ടികളിലൊക്കെ പ്യൂബർട്ടി പെട്ടെന്നാവുന്നു. പിന്നെ ചില രീതിയിലുള്ള ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ കാരണമാകും.